ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും 500 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെന്റിൽ ചെങ്കല്ലിൽ പണിതിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ നിന്നും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 8 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും മൂന്നാർ ഹൈവേയിലേക്ക് 500 മീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായി പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായി നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. മനോഹരമായ ചുറ്റുമതിലും നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. അവിടെ ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ വീടിൻ്റെ ചുറ്റുമതിലെല്ലാം സൈഡ് ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം കടപ്പ കല്ലുകളും ബബിൾസും എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് അത്യാവശ്യം മുറ്റം ലഭിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് ഇപ്പോൾ കണ്ടത്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. അവിടെ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡിലായി ഷൂ റാക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് വീടിന്റെ നിർമ്മാണം. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണെങ്കിൽ മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിൽ ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോർ തന്നെയാണ്. ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി ഫർണിഷ്ഡ് വീടായതുകൊണ്ട് തന്നെ എല്ലാം ഈ ഒരു വീട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിവിംഗ് ഹാളിലാണ് നിൽക്കേണ്ട. ഒരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിൻഡോയിലെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റ് ആണ്. അവിടെ വലിപ്പമുള്ള ഒരു LED സ്മാർട്ട് TVയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൂടാതെ BLDC ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിലെല്ലാം നമുക്ക് കാണാം ഒരു മനോഹരമായ ഒരു കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിലാണ് വന്നെത്തി നിൽക്കുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അവിടെയും ഒരു ഡൈനിങ് ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ കാണുന്നത് വലിപ്പമുള്ള ഒരു വിൻഡോയാണ്. അവിടെ കർട്ടൻ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ കിച്ചണിന്റെ ഭാഗത്തേക്ക് പോകാം. ഡൈനിങ് ഹാളിൽ ഈ കാണുന്ന ഭിത്തിയിൽ മറ്റൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് കിച്ചന്റെ ഭാഗത്ത് ചെല്ലാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിൽ വരുന്ന കിച്ചണാണ്. മനോഹരമായ പാർട്ടീഷനോട് കൂടി നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്തു തന്നെയാണ് ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിമ്മിനിയും ഹോബും അവിടെ കാണാം. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. വുഡൻ കളറും വൈറ്റ് കളർ കോമ്പിനേഷനിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ ഒരു ഫ്രിഡ്ജും അവൈലബിൾ ആണ്. വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെയും സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഇതും ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൂടാതെ ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം. ഇവിടെയും സ്പ്ലിറ്റ് AC ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കട്ടിലും ബെഡും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഈ ബെഡ്റൂമുകളുടെ മറ്റൊരു പ്രത്യേകത.
കൺസീൽഡായി വരുന്ന സെറ ബ്രാൻഡിൻ്റെ ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം ഉപയോഗിച്ചാണ് ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ബാത്റൂമിനായി ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂമിലും ഫർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും AC എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 12 അടി വീതിയും ലഭിക്കുമ്പോൾ നേരത്തെ കണ്ട ബെഡ്റൂം 14 അടി നീളവും 11 അടി വീതിയുമാണ് ലഭിക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്ക് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും നമുക്ക് കാണാം. 2 ബാത്റൂമിനും വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ 2 ബാത്റൂമിന് ഒരു വാട്ടർ ഹീറ്ററും മുകളിലെ 2 ബെഡ്റൂമിന് മറ്റൊരു വാട്ടർ ഹീറ്ററും കൊടുത്തിട്ടുണ്ട്. 2 ബാത്റൂമിലേക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായി ടേബിൾ ടോപ്പോട് കൂടിയ ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. സ്റ്റെയറിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ബ്രാൻഡഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. മനോഹരമായ ഇൻഡോർ പ്ലാന്റുകളെല്ലാം മാക്സിമം സ്പേസിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലാൻഡിങ്ങിലും ആ ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. അവിടെയും ഒരു സെറ്റി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വലിപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുന്നത്. ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും താഴെ കണ്ട പോലെ എല്ലാ ഫർണിച്ചറും ഉൾപ്പെട്ടിട്ടുണ്ട്. മുകളിലെ നിലയിൽ AC മാത്രമാണ് നമുക്ക് ലഭിക്കാതുള്ളൂ. ബാക്കി എല്ലാ ഫർണിച്ചറും മുകളിലെ നിലയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും നമുക്ക് കാണാം. ഇവിടും കൺസീൽഡോട് കൂടി വരുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും 3 ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. താഴെ ലഭിക്കുന്ന അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. വാസ്തു ശരിയാവുന്നതിന് വേണ്ടിയാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ മുന്നിലായി വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. ഇനി നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത്. യൂട്ടിലിറ്റി ഏരിയയിൽ നമുക്കൊരു വാഷിംഗ് മെഷീനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. ആലുവയിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ ചെങ്കലിൽ പണിതിട്ടുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് വരുന്ന 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.